ഹലോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാരഡോക്സിനെ പറ്റിയിട്ടാണ്. ഈ പാരഡോക്സിന്റെ പേര് തോംസൺസ് ലാംപ് പാരഡോക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പാരഡോക്സ് മുന്നോട്ട് വെച്ചത് JF തോംസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. ഈ പാരഡോക്സ് കിടക്കുന്നതിന് മുന്നേ എന്താണ് പാരഡോക്സ് എന്ന് വെച്ചാൽ, പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മോസ്റ്റ് ഓഫ് ദ ടൈംസ് തോട്ട് എക്സ്പെരിമെന്റ് തന്നെയാണെന്നില്ല, ചിലപ്പോൾ റിയൽ ലൈഫിൽ ഉള്ളതായിരിക്കും. അപ്പം ബേസിക്കലി നമ്മൾ ഒരു തോട്ട് എക്സ്പെരിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം മോസ്റ്റ് ഓഫ് ദ ടൈംസ് അങ്ങനെയാണ്. കാരണം നമുക്ക് റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് തിങ്സ് ആയിരിക്കും മിക്കപ്പോഴും പാരഡോക്സ് ആയിട്ട് വരിക. തോട്ട് പ്രോസസ്സിൽ നമ്മൾ ബിഗിൻ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ട്രൂ ബിലീഫ്സ് അല്ലെങ്കിൽ ഒരു ട്രൂ ഫാക്ട്സ് വെച്ചിട്ടാണ്. സെറ്റ് ഓഫ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഈ സെറ്റ് ഓഫ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് റീസൺ ചെയ്യണം. കറക്റ്റ്ലി റീസണിങ്. എന്നാൽ നമുക്ക് എത്തിപ്പെടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫൺ കോൺട്രഡിക്ടറി അല്ലെങ്കിൽ കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് പാരഡോക്സ്. പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് സെറ്റ് ഓഫ് ട്രൂ പ്രിമൈസസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ റീസൺ ചെയ്ത് എത്തുന്ന റിസൾട്ട് മോസ്റ്റ് ഓഫൺ ചിലപ്പോൾ കോൺട്രഡിക്ടറി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആവാം. പല ടൈപ്പിലുള്ള പാരഡോക്സ് ഉണ്ട്. ഇതിൻ്റെ റീസണിങ്ങിൽ വെച്ചിട്ടും അത് പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പല ആൾക്കാർ പലതരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പം ജസ്റ്റ് പാരഡോക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നമുക്കിനി എന്താണ് തോംസൺസ് ലാംപ് പാരഡോക്സ് എന്ന് നോക്കാം. തോംസൺസ് ലാംപ് പാരഡോക്സ് എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെ ബേസിക്കലി ഒരു ലാമ്പാണ്. ഓക്കെ, ഈ ലാമ്പ് ആദ്യത്തെ 1 മിനിറ്റ് ഓണായി കിടക്കുക. ഓണാന്ന് ഡിനോട്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. ഓക്കെ, ആഫ്റ്റർ 1 മിനിറ്റ് ഈ ലാമ്പ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു. എത്ര നേരത്തേക്ക്? ഫോർ ഹാഫ് എ മിനിറ്റ്. അതിനുശേഷം ഈ അര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഓണാക്കി. ഇത്തവണ എത്ര നേരത്തേക്കാ? 1/4 ഓഫ് എ മിനിറ്റ്. അതിനുശേഷം വീണ്ടും ഓഫാക്കി. എത്ര നേരത്തേക്ക്? 1/8 ഓഫ് എ മിനിറ്റ്. ഓക്കെ, വീണ്ടും ഓണാക്കി. 1/16 ഓഫ് എ മിനിറ്റ്. അതിനുശേഷം വീണ്ടും ഓഫാക്കി. എത്ര നേരത്തേക്ക്? 1/32 ഓഫ് എ മിനിറ്റ്. ബേസിക്കലി ഇതിങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ടൈം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റിന് ശേഷം ഓഫാക്കി, പിന്നെ അര മിനിറ്റിന് ശേഷം ഓണാക്കി, പിന്നെ 1/4 ശേഷം ഓഫാക്കി, 1/8 ശേഷം ഓണാക്കി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് 1നും 0നും ഇടയ്ക്ക് ഇൻഫിനിറ്റ് ടൈംസ് നമുക്ക് ഹാഫ് ആക്കാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ഞാൻ എന്താക്കുന്നുണ്ട്? ഓൺ ഓർ ഓഫ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫിനിറ്റ് സ്റ്റെപ്സ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഇൻഫിനിറ്റ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? 1 + 1/2 + 1/4 + 1/8 + 1/16 എക്സെട്ര. റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ സം എത്ര? 2 മിനിറ്റ്സ് ആണ് നമുക്കറിയാം. ഇൻഫിനിറ്റ് GPയുടെ സം 2 മിനിറ്റ്സ്. ഈ 2 മിനിറ്റ്സിനാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഒരു സൂപ്പർ ടാസ്ക് എന്ന് വിശേഷിപ്പിക്കാം. സോ തോംസൺസ് ലാംപ് പാരഡോക്സ് is an example of a super task. Super task എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് സ്റ്റെപ്സ് ഹാപ്പനിങ് ഇൻ ഫൈനൈറ്റ് ടൈം. ഇത് നമുക്കൊരു ചിലപ്പോൾ ഒരു കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് തോന്നും. കാരണം ഇൻഫിനിറ്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഫിനിറ്റ് ടൈം എടുക്കുന്നു. പക്ഷെ ഓരോ സ്റ്റെപ്പിൻ്റെ ടൈം കുറഞ്ഞു വരുന്നതുകൊണ്ട് ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ തന്നെ ഇൻഫിനിറ്റ് സ്റ്റെപ്സ് ഹാപ്പൻ ആവുന്നുണ്ട്. അപ്പം ഇതാണ് തോംസൺസ് ലാംപ് പാരഡോക്സ്. അതായത് ഒരു ലാമ്പ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മിനിറ്റ് ഞാൻ ലാമ്പ് ഓണാക്കി വെക്കുന്നു, 1 മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കുന്നു, അര മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓണാക്കുന്നു, 1/4 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓഫാക്കുന്നു, 1/8 ടൈം കഴിഞ്ഞ് വീണ്ടും ഓണാക്കുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം ഈ മൊത്തം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റ്സ് ആണ് എടുക്കുക, അല്ലേ? പാരഡോക്സിക്കലാക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മിനിറ്റ്സിന് ശേഷം ഓൺ ആണോ ഓഫ് ആണോ ബൾബ് എന്നുള്ളതാണ്. കാരണം ഓൺ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഓൺ ആക്കിയതിന് ശേഷം ഉള്ള ഒരു ടൈമിൽ ഞാൻ എന്തായാലും ഓഫ് ആക്കുന്നുണ്ട്. ഓഫ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓഫ് ആക്കിയതിന് ഒരു ടൈമിന് ശേഷം ഞാനത്
ഓൺ ഒക്കെ ചെയ്യുന്നെടുക്കാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉള്ളത് കൊണ്ട്. സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ഞാൻ ഓണും ഓഫ് ആക്കുന്നതുകൊണ്ട് എല്ലാ ഓണും ഇസ് സക്സീഡഡ് ബൈ ആൻ ഓഫ് ആൻഡ് ഓൾ ഓഫ് ഇസ് സക്സീഡഡ് ബൈ ആൻ ഓൺ. ഓക്കെ, അപ്പം ഈ 2 മിനിറ്റിന് ശേഷം എന്തായിരിക്കും ഈ ലാബിന്റെ അവസ്ഥ എന്നതാണ് JF തോംസൺ ആലോചിച്ചത്. Now, എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ, ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാം. Now, നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ടൈപ്പ് രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തത്. നമുക്കിപ്പം ലാബിന്റെ ഓൺ ആയിട്ടുള്ള അവസ്ഥയെ 1 എന്നും ലാബിന്റെ ഓഫ് ആയിട്ടുള്ള അവസ്ഥയെ -1 എന്നും വിളിക്കാം. അപ്പൊ എന്താ വരിക, അപ്പം ഈ ലാബിനെ നമുക്ക് ഓൺ ആൻഡ് ഓഫ് ഡിനോട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സീരീസ് ആക്കാം. ഇൻഫിനിറ്റി. ഇതെന്താണ്? ഇസ് നത്തിങ് ബട്ട് ഗ്രാൻഡീസ് സീരീസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഗ്രാൻഡീസ് സീരീസ് ആണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടുത്തെ ലാബ് ഓണായി നിൽക്കുന്ന സിറ്റുവേഷനെ ഡിനോട്ട് ചെയ്യാൻ ഞാൻ +1 കൊടുത്തു, ഓഫ് ആയിട്ടിരിക്കുന്നതിന് -1 കൊടുത്തു. അപ്പം അത് നമുക്ക് ഓരോ ഈ സിറ്റുവേഷൻ, നമ്മൾ ഈ ഫുൾ പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീരീസ് കിട്ടും. ആ സീരീസ് ഇസ് നത്തിങ് ബട്ട് ഗ്രാൻഡീസ് സീരീസ്. ഇത് ഇത്ര ടൈം കഴിയുമ്പോൾ ഓൺ ആണോ ഓഫ് ആണെന്ന് അറിയാൻ ഇതിന്റെ സം നോക്കിയാൽ മതി. കാരണം സം 1 ആയിരിക്കുന്ന ടൈമിൽ ഇത് ഓൺ ആണ്, സം 0 ആയിരിക്കുന്ന ടൈമിൽ ഓഫ് ആണ്. അപ്പൊ ഇവിടെ നിർത്തി ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ ലാമ്പ് ഓഫ് ആണെന്ന് മനസ്സിലാവും, ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഓൺ ആണെന്ന് മനസ്സിലാവും, 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഓഫ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള സ്റ്റെപ്സ് കഴിയുമ്പോൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ബേസിക്കലി നമ്മളിവിടെ ചോദിക്കുന്നത് എന്താ, ഇതിന്റെ സം അറിയാന്നുള്ളതാണ്. സോ സം ഓഫ് ഗ്രാൻഡീസ് സീരീസ്. സം ഓഫ് ഗ്രാൻഡീസ് സീരീസ് നമുക്കറിയാം, ട്രഡീഷണൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു സം അസൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ഹാവ് ഷെസാറോ സമ്മേഷൻ, റൈറ്റ്? ഗ്രാൻഡീസ് സീരീസിന്റെ ഷെസാറോ സം എത്ര, ഹാഫ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബട്ട് ദിസ് മേക്സ് ഇറ്റ് വിയർഡ് അഗെയിൻ. കാരണം 0 ആണെങ്കിൽ ഓഫ് ആണെന്ന് നമുക്കറിയാം, 1 ആണെങ്കിൽ ഓൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ 1/2 എന്തായിട്ട് മുന്നോട്ട് ചെയ്യുക? അതാണ് ഇവിടുത്തെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു എന്താ പറയുക, ഒരു സൂപ്പർ പൊസിഷൻ ബിറ്റ്വീൻ ഓൺ ആൻഡ് ഓഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഒരു രീതിക്കുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുള്ളത്. സോ ബേസിക്കലി ഒരു രീതിക്കുള്ള അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡീസ് സീരീസ് വഴി ഡിനോട്ട് ചെയ്ത് നോക്കുമ്പോൾ ബേസിക്കലി ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് ഒരു സൂപ്പർ പൊസിഷൻ ബിറ്റ്വീൻ ഓൺ ആൻഡ് ഓഫ് ആണ്. പക്ഷെ ഇതൊരു അബ്സേർഡ് റിസൾട്ട് ആണ്, കാരണം അങ്ങനെ ഒരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അബ്സേർഡ് റിസൾട്ട് ആണ് JF തോംസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മൂവിങ് ഓൺ, വേറൊരു ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ് പറയാം, ദർ ഇസ് നോട്ട് ഇനഫ് ഇൻഫർമേഷൻ ആണ്. ദർ ഇസ് നോട്ട് ഇനഫ് ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണ്? കാരണം ഇതേ എക്സ്പെരിമെന്റ് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു രീതിക്ക് റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ സർക്യൂട്ട് ഒരു ഭാഗം ഒരു മെറ്റൽ ബോളിലോട്ട് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ആ മെറ്റൽ പ്ലേറ്റ് സർക്യൂട്ട് വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ മെറ്റൽ ബോൾ ഇവിടെ കാണുന്ന ബൗൺസ് ചെയ്യാണ്. അപ്പം ആദ്യത്തെ ബൗൺസിന് എടുക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്, രണ്ടാമത്തെ ബൗൺസിന് എടുക്കുന്നത് ½ മിനിറ്റ് ആണ്, അതിന് ശേഷമുള്ള ബൗൺസിന് 1/4 മിനിറ്റ്, അതിന് ശേഷമുള്ളത് 1/8, 1/16 എക്സെട്ര. അപ്പൊ ഇത് ഓരോ തവണ ഇവിടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോഴും ഇത് ഓൺ ആവും. അപ്പോൾ ഈ ഒരു സീരീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെന്റിന്റെ സിമിലർ ടൈപ്പ് ആണ്. ഇവിടെ ഓരോ ടൈം ഹാഫായി വരുന്നുണ്ട്. ഓരോ ഇൻസ്റ്റന്റ് ഓരോ ടൈം കഴിയുമ്പോഴും ബൾബ്, ഈ സർക്യൂട്ട് ബൾബ് ഓണും ഓഫും ആവുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യമാണ്, ഇതെന്തായാലും 2 മിനിറ്റിനുള്ളിൽ ഇൻഫിനിറ്റ് സ്റ്റെപ്സ് കഴിയുമ്പോഴും ഇതിന്റെ ലാസ്റ്റ് എന്താ ഉണ്ടാവുക? ലാസ്റ്റ് ഈ ബോൾ താഴെ കിടക്കുകയായിരിക്കും. അപ്പം ലാസ്റ്റ് എന്താകും? ദ ലാമ്പ് വിൽ ബി ഓൺ, റൈറ്റ്? കാരണം ഇങ്ങനെ നമ്മൾ ഇതേ സെയിം എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ലാമ്പ് ഓണിന് പകരം വേണമെങ്കിൽ ഈ സർക്യൂട്ട് പ്ലേറ്റ് വെച്ചിട്ട് ഈ സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ലാസ്റ്റ് എന്താവും? ലാസ്റ്റ് ഓഫ് ആവും. അപ്പം ഇങ്ങനെ ഈ സെയിം തോംസൺസ് ലാമ്പ്
എക്സ്പെരിമെന്റ് നമ്മൾ വേറൊരു രീതിയിൽ റീക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടി, ഒരു ഡെഫിനറ്റ് ആൻസർ കിട്ടി. ബട്ട് തോംസൺ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ല. അപ്പം അതിന് പൊതുവെ ഫിലോസഫേഴ്സ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോംസൺസ് ലാംപ് പാരഡോക്സിന് ഇനഫ് ഇൻഫർമേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇനഫ് രീതിയിൽ മൂപ്പരുടെ എക്സ്പെരിമെന്റ് സെറ്റ് ഡിഫൈൻഡ് അല്ല. സോ ഇറ്റ് ഇസ് സിമിലർ ടു ആസ്കിങ് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വേറൊരു റൂമിൽ ഒരു ബൾബ് 4 വട്ടം ഓൺ ആക്കി, 4 വട്ടം ഞാൻ സ്വിച്ച് അമർത്തി, ബൾബ് ഓൺ ആണോ ഓഫ് ആണോ ചോദിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇനഫ് ഇൻഫർമേഷൻ ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെഫിനിറ്റ് ആൻസർ ഇല്ല എന്നുള്ളതാണ് മറ്റുള്ള ഒരു ഇത്. അപ്പൊ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡി സീരീസിന്റെ ഹാഫ് ഒരു അബ്സേർഡ് ആൻസർ ആണ് തരുന്നത്, അല്ലെങ്കിൽ ഒരു സൂപ്പർ പൊസിഷൻ ആണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഇനഫ് ഇൻഫർമേഷൻ. കാരണം അതേ എക്സ്പെരിമെന്റ് നമുക്ക് വേറെ രീതിയിൽ റിക്രിയേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം തോംസൺസ് പാരഡോക്സ് അതേ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. സോ ഇറ്റ് കുഡ് ബി എ കേസ് ഓഫ് നോട്ട് ഇനഫ് വാലിഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.